സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി നമുക്കറിയാം പലപ്പോഴും ഭീകരവാദികളെ പോലും വിശുദ്ധരാക്കുന്ന കഴിവുള്ള ആളാണ്. സാറാ ജോസഫിനെ എടുക്കാം. ചുള്ളിക്കാട്, ഇന്ന് ഹരീഷ് പേരടി എനിക്ക് തോന്നുന്നു ഹരീഷ് പേരടി കേരളത്തിന്റെ മനസ്സാക്ഷിയുടെ ശബ്ദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഹരീഷ് പേരടി ഒരു കാലത്ത് വളരെ കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത വരികയാണ്. കാരണം അദ്ദേഹം ഒരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. ഒരു പക്ഷേ പേരടി പുസ്തകം വായിക്കുന്നുണ്ടാവും. ഗ്രന്ഥത്തിന്റെ ഗന്ധമടിക്കുന്നവന് പോലും മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഹരീഷ് പേരടി പറഞ്ഞു, മറ്റ് സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരൊക്കെ ചുള്ളിക്കാട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ ചുള്ളിക്കാടുകൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് നാമ്പിടുന്ന ഒരു പൂമൊട്ടാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചുള്ളിക്കാടന്മാരൊക്കെ പാർട്ടിയുടെ അടിമകളായിട്ട് ജീവിക്കണം. അവരുടെ വിപ്ലവം എന്ന് പറഞ്ഞാൽ നേതാവിന്റെ അപദാനം പാടുക എന്നുള്ള, അല്ലെങ്കിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം സൈലൻസ് ഇസ് ഗോൾഡൻ എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. പക്ഷെ ഇവിടെ സൈലൻസ് എന്താണ്? ഇത് സൈലൻസ് അല്ല, ശ്മശാന മൂകതയാണ്. അതായത് ജനാധിപത്യത്തിന്റെ എന്താ പറയാ, ജനാധിപത്യത്തിന്റെ പട്ടട എരിയുമ്പോൾ അവിടെ കൂടി നിന്ന് കൈ കെട്ടി മൂകമായിരിക്കുന്ന മനുഷ്യ ശവങ്ങളാണ് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര്. എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന് നവതി കഴിഞ്ഞ അവസരത്തിൽ ഒന്ന് വായ തുറന്നപ്പോഴേക്ക് തന്നെ ഭയം വന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഇ.പി. ജയരാജൻ പറഞ്ഞത് അത് ഇവിടെ പറഞ്ഞതല്ല, അത് നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞാണ്. കാരണം നരേന്ദ്രമോദിയുടെ BJP സർക്കാരിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. മനസ്സിലാവുന്നുണ്ടല്ലോ. BJP സർക്കാർ നോക്കണം, ഇതിന്റെ ഒക്കെ ഒരു എന്തുതരം പരിഹാസ്യമായ അപഹാസ്യമായ രാഷ്ട്രീയ നിലപാടാണ്. നരേന്ദ്രമോദിയെ തിരുത്തണമെങ്കിൽ അത് അദ്വാനിജിയെ കുറിച്ചോ അടൽജിയെ കുറിച്ചോ ഗുരുജി ഗോൾവാൾക്കറെ കുറിച്ചോ ഡോക്ടർ ഹെഡ്ഗേവാറെ കുറിച്ചോ മാതൃക പറഞ്ഞുകൊണ്ട് വേണ്ടേ തിരുത്താൻ. ഓരോരുത്തരെയും അവരവരുടെ കുലത്തിലുള്ള മഹാന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ഭേദപ്പെട്ട മനുഷ്യരെ കുറിച്ച് പറഞ്ഞാണല്ലോ തിരുത്തേണ്ടത്. ഇവിടെ എം ടി വാസുദേവൻ നായർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? EMS ഇത്തരത്തിലുള്ള വീരാരാധന, സമാരാധന ഒന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഇതിൽ നിന്ന് പുറത്തു കടക്കണം. രാഷ്ട്രീയം ജനാധിപത്യത്തിൽ വരാനുള്ള ശരിയായ മാർഗമാണ്. പക്ഷേ അത് ദുഷിച്ച് നാറിക്കഴിഞ്ഞാല് ജനങ്ങൾക്ക് ബാധ്യതയായി തീരുമെന്ന് പറഞ്ഞത്, അതിനുവേണ്ടി EMSനെ ഉദാഹരിച്ചത് എന്തിന്റെ പേരിലാണ്? പിണറായി വിജയ, താങ്കൾക്ക് വളരെയധികം ജനാധിപത്യ വിരുദ്ധമായ ഏകഛത്രാധിപതിയുടെ സ്വേച്ഛാധിപതിയുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. ഇന്നിപ്പോ എം ടി വാസുദേവൻ നായർക്ക് ഒരു കാര്യം അറിയാം, ഞാൻ ഇത് നാളെ തിരുത്തേണ്ടി വരും എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട്, കാരണം അദ്ദേഹം ജീവിക്കുന്ന കേരളത്തിലാണ്. ഞാൻ ഇത് നാളെ തരും, പക്ഷെ പറയേണ്ടത് ഇപ്പൊ പറഞ്ഞാൽ നാളെ ചെകിട്ടത്തൊരടി വെച്ച് കൊടുത്തിട്ട് നാളെ ഒന്ന് തലോടിയാൽ പോരെ എന്നതാണ് എം ടിയുടെ ലൈൻ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ജോർജ് ഓർവെൽ പറഞ്ഞത് പൊളിറ്റിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് അസത്യത്തെ സത്യമാക്കാനുള്ളതും ഒരു വലിയ ഭീകരമായ കൊലപാതകത്തെ പോലും ന്യായീകരിച്ച് വീരാരാധനയാക്കി തീർക്കുന്നതും നെറികെട്ട അഴിമതിയും സ്വജനപക്ഷപാതവും സാമൂഹ്യ സേവനവും രക്ഷാപ്രവർത്തനമാക്കി തീർക്കുന്നതും എല്ലാം ഈ പറഞ്ഞ അടിമകൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേകതയാണ്. അടിമ എപ്പോഴും ഉടമയെ സ്തുതിക്കുന്ന ഭാഷയെ പറയാവൂ. എപ്പോഴെങ്കിലും അവൻ മനസ്സിന്റെ ഉള്ളിലെ നീറ്റൽ വായിലൂടെ പുറത്തു വന്നാൽ അവന് ഭീകരമായ ശിക്ഷ ഓർമ്മ വേണം. ചാർലി ചാപ്ലിൻ അഡോൾഫ് ഹിറ്റ്ലറെ കളിയാക്കിക്കൊണ്ട് ഒരു ചിത്രം എടുത്തിട്ടുണ്ട്. അതിൽ അഡോൾഫ് ഹിറ്റ്ലർ ഈ ഭൂഖണ്ഡത്തെ മുഴുവൻ അമ്മാനമാടുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഒരു ഗ്ലോബ് എടുത്തിട്ട് അമ്മാനമാടുന്നത് കാണിക്കുന്നുണ്ട്. ഇത് ചാർലി ചാപ്ലിൻ അന്ന് തിരുത്തേണ്ടി വന്നില്ല. കാരണം അദ്ദേഹം മാനിക്കപ്പെടുന്ന ഒരു കലാകാരനും ഇനി ആരും മാനിച്ചില്ലെങ്കിലും ഞാൻ എന്റെ വഴിക്ക് പോകുമെന്ന് പറയുന്ന ഒറ്റ തന്തയ്ക്ക് പിറന്നവനുമായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തിരുത്താഞ്ഞത്. കാരണം അന്നും ഇതുപോലെ ഭീഷണികൾ ഉണ്ടായിരിക്കാം. നമ്മളെക്കാളും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സെൻസും ഒരു ലിറ്റററി സെൻസും ഉള്ള ജനത ജീവിക്കുന്നിടത്ത് ക്രിറ്റിസിസം ഒരു അവശ്യ ഘടകമാണ്. പക്ഷെ കേരളത്തിൽ തിരുവായ്ക്ക് എതിർവായില്ല, പറയാൻ പാടില്ല. ഇന്ന് ചാർലി ചാപ്ലിൻ കേരളത്തിൽ നടത്തിയിരുന്നെങ്കിൽ നമുക്കറിയാം, താലിബാനില് ഒരു ഹാസ്യ കലാകാരനെ താലിബാൻ പിടിച്ചുകൊണ്ടുപോയി കണ്ണു ചൂഴ്ന്നെടുത്തതും കൊന്നതും നമുക്ക് ഓർമ്മയുണ്ട്. അതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് ഇവിടെ. ഇന്നോവ വന്ന് മുറ്റത്ത് തിരിയും, മാഷാ അല്ലാ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇന്നോവ വരും, പറഞ്ഞുകൊണ്ട് കൊല്ലും. അതായത് പരസ്യമായിട്ട്, രഹസ്യമായിട്ടല്ല. കുലദ്രോഹികൾ തന്നെയാണ്, അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് താലിബാൻ കോടതിയെ നാണിക്കുന്ന വിധത്തിൽ കേരളത്തിൽ TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കി അക്ഷരസംഖ്യ 51 അക്ഷരം ഉള്ളതുപോലെ 51 വെട്ടുവെട്ടിക്കൊന്ന ഈ നാട്ടിലാണ് ജീവിക്കുന്നതെന്ന് എം ടി വാസുദേവൻ നായർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഇന്നലെ കരണത്തൊന്ന് പുകച്ചിട്ട് ഇന്നൊന്ന് തലോടി എന്ന് മാത്രമേ നമ്മൾ കരുതേണ്ടതുള്ളൂ.